അതിരടി സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണണ്ടേ? അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ്, വ്ളോഗല്ല, റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അതിരടി എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ്. ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മളെ ബേസിൽ ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ തന്നെ ഉണ്ട് ആ സിനിമയുടെ പിന്നിൽ. ഒരു വമ്പൻ റിപ്പോർട്ടാണ് അവരൊക്കെ പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും നോക്കി തന്നെ അറിയണം ഇതിൻ്റെ ട്രെയിലർ എങ്ങനെയാണെന്ന്. അപ്പം തന്നെ സരിഗമ മലയാളത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. വിനീത് ശ്രീനിവാസനുണ്ട്, ഷാൻ റഹ്മാനുണ്ട്, പിന്നെ നമ്മളെ റിയ ഷിബു, ജലീലും ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാർ തന്നെ ഉണ്ട് ഈ സിനിമയിൽ. അരുൺ അനിരുദ്ധനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നല്ല ഇതാണ്. നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന് എന്തായാലും നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ടീസർ തന്നെ നല്ല രീതിയിൽ പോയതാണ്. ടീസർ അവർ ഇറക്കി വിട്ടപ്പം ഇപ്പം ആ ട്രെയിലർ ഇറങ്ങി, എങ്ങനെ ഉണ്ടെന്ന് റിയാക്ഷൻ ചെയ്ത് അഭിപ്രായം പറയാം. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം, എന്നിട്ട് ബാക്കിയുള്ള റിവ്യൂ എല്ലാം പറയാം. ആഡാണ്. ഈ ആഡ് വല്ലാത്തൊരു ശല്യം തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസറോടെ. ഓ അടിപൊളി. ഓ ലുക്ക് ബേസിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മിക്കവാറും ബേസിൽ തകർക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വാട്ട് എവർ എന്ന മൂഡ് പിടിച്ച് നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ റിയ ഷിബുവിനെ വളയ്ക്കാനും കാര്യങ്ങൾ എന്തായാലും പൊളിക്കുമെന്നാണ് തോന്നുന്നത്. കണ്ടിട്ടൊരു നല്ലൊരു വൈബ്. പിന്നെ ബേസിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറും കൂടെയാണ്, പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. അതിനാണ് എന്തായാലും ലാസ്റ്റ് പറയാം. എഡിറ്റർ ചമൻ ചാക്കോയാണ്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എഡിറ്റർ അടിപൊളി എഡിറ്ററാണ് ചമൻ ചാക്കോ. എന്തായാലും നമുക്ക് നോക്കാം, കുറച്ചുകൂടെ ഉള്ളൂ. എഡിറ്റർ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ അറിയാം. ഓ മോനെ, ട്രാക്ക് മാറി. വിഷ്ണു വിജയാണ് മ്യൂസിക്കൽ ഇതിൻ്റെ. എന്തായാലും തകർത്തിട്ടുണ്ട്. സംഭവം നോക്കിയിട്ട് പൊളിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും ട്രാക്ക് മാറി വരുന്നുണ്ട്. ഒരു ബങ്ക് ക്ലാസ് ചെയ്യണതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നോക്കാം. സാംകുട്ടിച്ചേട്ടൻ ആശാൻ എത്തിയിട്ടുണ്ട്. ടൊവിനോ. ഓ ലുക്ക് മാറിയിട്ടുണ്ട്. ഓ ടൊവിനോയുടെ എൻട്രി എനിക്ക് ടൊവിനോ അറിഞ്ഞുകൂടാ. ടൊവിനോ പറയുന്നത് വില്ലന്മാർക്ക് കയ്യടി കിട്ടുന്ന കാലമാണ്. ടൊവിനോയുടെ എൻട്രി പൊളിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസമുള്ള ഒരാളാണെന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ബാക്കി കൂടെ കണ്ടിട്ട് നോക്കാം. ജിയോ ബേബി ഉണ്ടല്ലോ, പോളി ഡയറക്ടറായിട്ട് വന്ന് പോലീസ് ഓഫീസറായിട്ട് വന്നിരിക്കുന്നു. നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ക്രിമിനലാ. ഓ ഗാന ഗുണ്ടയാണ്. അവര് തമ്മിലുള്ള അടിയുണ്ട് കേട്ടോ. ബേസിലും ടൊവിനും തമ്മിലുള്ള അടിയുണ്ട്. അപ്പം ഒരാൾ പറയുന്നുണ്ട് അടിക്കണ അല്ല മാസ് എന്ന് അതിൽ പറയുന്നു. പക്ഷെ അത് ആരുടെ പറയുന്നത് സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാവും. എന്തായാലും അതൊക്കെയാണ്. കോ പ്രൊഡ്യൂസേഴ്സ് ടൊവിനോ തോമസും ഉണ്ട്, സമീർ താഹിറും ഉണ്ട്. എന്തോ പരിപാടിയുണ്ട് കേട്ടോ.
ദർശന രാജേന്ദ്രൻ. ഡയറക്റ്റഡ് ബൈ അനുരാഗ്. പൊളിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്. മെയ് 14 ആണ് ഇറങ്ങുന്നത്. നാളെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്നാണ് വന്നത്. എന്തായാലും പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നമുക്ക് ബാക്കിയുള്ള സിനിമാറ്റോഗ്രാഫി എല്ലാം പൊളിച്ച്, എഡിറ്റിംഗ് പക്ക എഡിറ്റിംഗ് ചമൻ ചാക്കോ. മ്യൂസിക്കും കൊള്ളാം. ബാക്കി ഇനി സിനിമയിലൂടെ വന്നിട്ട് എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഷാൻ റഹ്മാൻ അഭിനയിക്കുന്നുണ്ട്, ദർശന രാജേന്ദ്രനുണ്ട്. വിനീത് ശ്രീനിവാസനെ കാണിച്ചില്ല എന്ന് എനിക്കിതിൽ കണ്ടില്ല. ഇനി കാണാത്താണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ കണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയും കമൻറ്റിലൂടെ. അപ്പോൾ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും പൊളിച്ചിട്ടുണ്ട്, മാസമായിട്ടുണ്ട്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റും ഉണ്ട് കേട്ടോ. അതിന് ബാക്കിയൊക്കെ ഇൻസൈഡ് റിപ്പോർട്ട് കിട്ടുന്നത് അടിച്ചു പൊളി പടമാണ്, ഒരു രക്ഷയില്ല എന്ന് അവർ കണ്ടിട്ട് അവർ തന്നെ അഭിപ്രായം പറഞ്ഞു. ബാക്കി അറിഞ്ഞുകൂടാ. മേ ബി എനിക്ക് തോന്നുന്നു വേറൊരു അടിപൊളി ക്യാമിയോ ഉണ്ടെന്നും കൂടെ അറിയുന്നുണ്ട്. അത് പൊളിക്കുമെന്നാണ് തോന്നുന്നത്. ആ ക്യാമിയോ പൊളിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കണ്ടു നോക്കാം. നാളെയാണ് പടം. ബാക്കി നാളെ അതിന് ശേഷം റിവ്യൂ പറ്റുമെങ്കിൽ ഇടാം. ഇവിടെ ഞാൻ കാണാൻ പോകണമെങ്കിൽ ഇടാം. എന്തായാലും നല്ല പോസിറ്റീവ് ആവട്ടെ, പടം ഹിറ്റാവട്ടെ. നല്ല രസമുണ്ട്, വൈബുള്ള പടം. ഇനി ഇതിൽ കുറേ ആൾക്കാരുണ്ട്. എന്തായാലും ഇതുവരെയുള്ളൊരു ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്. ട്രെയിലർ രക്ഷയില്ല, ഒന്നും പറയാനില്ല. അത് കാരണം പൊളിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ ഇനി പടം ഇറങ്ങുമ്പോൾ നോക്കാം. അപ്പം നിങ്ങൾ ട്രെയിലർ കണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. എങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയോ, ടീച്ചറിനെയും കാട്ടി മുകളിലാണോ എന്നെല്ലാം നിങ്ങൾ അറിയിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.